1.5 മാസമായിട്ട് ജിമ്മിൽ പോണടേ. മസിലൊന്നും അങ്ങോട്ട് പരിപാടിയില്ലടേ. എടേ അതിന് ജിമ്മിൽ മാത്രം പോയിട്ട് കാര്യമില്ലടേ. ഡെയിലി മിനിമം 10 മുട്ടയും കഴിക്കും. തന്നെ എന്നാ ബാ പോയി കഴിക്കാം. എവിടെയാണ് കോഴിയാണേ നല്ലത്? ചേട്ടാ ഞാൻ എൻ്റെ പേര് ജോബി എന്നാണേ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരണത്. ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. എനിക്ക് അഡ്രസ് ഒന്ന് പറഞ്ഞു തരാമോ? ഇത് എന്താ ഇത്? തുരുമ്പല്ലേട്ടാ, ട്രയമ്പ്. ഓ ട്രയമ്പ്, അതില്ലോണ്ടേ. ട്രയമ്പാ അത് അവിടെ അല്ലടേ. ഇതല്ല ഇങ്ങോട്ട് നോക്കി. ഇല്ല ഇല്ലൂടെ അങ്ങ് പോണേ. കുറച്ച് കഴിയുമ്പോൾ ഒരു മുറുക്കാൻ കട വരും. അതിൻ്റെ ഓരത്തൂടെ അങ്ങ് നേരെ പോയാൽ നീ ഈ പറഞ്ഞ സ്ഥലത്ത്. താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക്സ്. എടേ ഇതുകൊണ്ടല്ല അവൻ ചോദിച്ച സാധനം ദേണ്ടല്ല അവിടെ ഇല്ലടി. നീ എന്തിനാ അവൻ അങ്ങോട്ട് പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കിട്ട് താങ്ങണവൻ. അവൻ കുറേ തുരുമ്പ് പറക്കട്ടെ. നീ വാളിയാ, നമുക്ക് മുട്ട അടിക്കാം. ഒരാളെ ഒന്ന് എഴുന്നേറ്റിച്ചപ്പോൾ എന്താ മനസ്സുഖം. ഇനിയിപ്പോ ധൈര്യമായിട്ട് മുട്ട അടിക്കാലോടെ. അളിയൻ വാ, ഇനി എന്തായാലും ശരീരത്തിൽ പിടിക്കും. എടേ കോഴിമുട്ടയാണോടെ താറാമുട്ടയാണോടെ ബെസ്റ്റ്? ഏത് മുട്ടയായാലും അളിയൻ വാങ്ങിച്ച് നമ്മൾ കഴിച്ചിരിക്കും. അത് എനിക്കിട്ടാണോടെ? എന്ത് വാടക 10 മുട്ട മേടിച്ചിട്ട് 8 നീ തന്നെയാണല്ലോ കഴിച്ചത്. മുട്ട കഴിച്ചാലല്ലേ മസിലുകൾ പെരുവുള്ളൂ. അതിന് നീ മുട്ട കഴിച്ച എൻ്റെ മസിൽ എങ്ങനെയാടേ പെരുക്കണത്? എത്രയായി? എന്തൊക്കെ കഴിച്ചത്? 2 ബിരിയാണി 10 മുട്ട. 8 മുട്ട ഇവനാ കഴിച്ചത്. 450 രൂപ. എടീ പേഴ്സ് കാണില്ലടി. എടാ ഒരു വഴിക്ക് പോകും പേഴ്സ് എങ്കിലും ഇടറേ. എന്തോന്നടാ ഇത്? ഇപ്പൊ ഞാൻ കൊടുക്കാം, നാളെ തരണേടേ. ആരില്ലടേണ്ട്. എത്ര ഏട്ടാ? 450. 450. നീ എന്താടി നിന്ന് തിരുവാതിര കളിക്കണത്? എടാ എന്റെ പേഴ്സും കാണാനില്ലടേ. കാശ് എടുത്തും കൊടുക്കണേ. ഈ വേഷം കെട്ടിറക്കണത് ജിമ്മിലൊക്കെ പോണ്ട്. എന്ത് പോകണം? എന്തൊരു വെയിറ്റടി. മസിലൊക്കെ പെരുവിട്ട് കളിയാ. അവന്റെ ഒരു മസില് വേഗം പാത്രം കഴിവിടാ. ഹലോ. എന്തൊരു തടയാനടേ? ഒന്നും തടഞ്ഞില്ല. ഈ ഗൂഗിൾ പേ വന്നതിന് ശേഷം ഫയലുകളൊന്നും കാശ് കൊണ്ട് അടക്കണില്ല. മൊത്തം ബിസിനസ്സും ഡള്ള്. ഇനിയിപ്പോൾ ഉച്ച ശേഷം ഒന്നുകൂടെ ഇറങ്ങിയാൽ എന്തെങ്കിലും കിട്ടുള്ളൂടേ. എന്നാ വെച്ചോ, ഞാൻ ഒന്ന് കിടക്കട്ടെ.